തടാകങ്ങളുടെ പറുദീസയാണ് നൈനിത്താൾ. നയനമനോഹരമായ തടാകങ്ങളുടെ സൗന്ദര്യമാണ് നൈനിത്താളിൻ്റെ മുഖ്യമായ ആകർഷണം. ഹിമാലയൻ മലനിരകളിലാണ് ഈ സുന്ദരഭൂമിയുടെ സ്ഥാനം. കുമയൂൺ മലനിരകളിലൂടെ യാത്ര ചെയ്യാൻ അതിസുന്ദരമാണ്. കുമയൂൺ മലനിരകളുടെ താഴ്വാരമാണ് നൈനിത്താൾ. മനോഹരമായ ഭൂപ്രകൃതിയും പ്രശാന്തസുന്ദരമായ അന്തരീക്ഷവും നൈനിത്താളിൻ്റെ സവിശേഷതകളാണ്. ഏറ്റവും പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ നൈനിത്താളിലേക്ക് പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ എത്താറുണ്ട്. കോടമഞ്ഞിൻ്റെ കുളിരണിഞ്ഞ നൈനിത്താളിലെ തടാകമാണ് സഞ്ചാരികളെ ഏറെ കൊതിപ്പിക്കുന്ന കാഴ്ച. അവിടെ സാഹസിക വിനോദങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കയാക്കിംഗ്, കനോയിങ്, യാറ്റിംഗ് തുടങ്ങിയവയും മലനിരകളെ ബന്ധിപ്പിക്കുന്ന കേബിൾ കാറുകളിലൂടെയുള്ള ആകാശയാത്രകളും ഇവിടെയുണ്ട്. പച്ചപ്പണിഞ്ഞ താഴ്വാരങ്ങളുടെയും നൈനിത്താളിന് ചുറ്റുമുള്ള മലനിരകളുടെയും ദൃശ്യചാരുത കേബിൾ കാറിലൂടെ ആസ്വദിക്കാം. ഉത്തരാഖണ്ഡിലെ കുമൗൺ മലനിരകൾക്കിടയിലാണ് നൈനിത്താൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തടാക ജില്ല എന്ന പേരിൽ പ്രശസ്തമാണ് ഇവിടം. ഡൽഹിയിൽ നിന്ന് 322 കിലോമീറ്റർ ഉണ്ട് നൈനിത്താളിലേക്ക് റോഡ് മാർഗം. റെയിൽ മാർഗവും എത്തിച്ചേരാം. കത്ഗോധമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ താപനില 0 ഡിഗ്രിയിലും താഴെയാകും. നൈനിത്താൾ എത്തിയാൽ പ്രശസ്ത ഹനുമാൻ ക്ഷേത്രമായ ഹനുമാൻ ഗർഹിയും ഇന്ത്യയിലെ 51 ശക്തിപീഠങ്ങളിലൊന്നായ നൈനാദേവി ക്ഷേത്രവും സന്ദർശിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കിൽബുറി കുടുംബത്തോടൊപ്പമുള്ള പിക്നിക്കിന് പറ്റിയ ഒരു ഇടമാണ്. നൈനിത്താളിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ കൊടുമുടിയായ ലരിയ കാന്ത. ഖുർപാത്തൽ തടാകത്തിൻ്റെ പൂർണ്ണ സൗന്ദര്യം ആസ്വദിക്കാൻ ലാൻഡ് എൻഡ് എന്ന വിനോദസഞ്ചാര കേന്ദ്രം യാത്രയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 705 കിലോമീറ്റർ പിന്നിട്ട് കേബിൾ കാറിലാണ് ലാൻഡ് എൻഡിലെത്തുന്നത്. നൈനിത്താളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നൈന കൊടുമുടിയാണ് മറ്റൊരു കാഴ്ച. ഇവിടെ എത്താൻ കുതിരകളാണ് ഏക ആശ്രയം. ടിഫിൻ ടോപ്പ് ഡെറോത്തി സീറ്റ് പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഏവരും സന്ദർശിക്കേണ്ട ഒരു അതിസുന്ദരമായ പ്രദേശമാണ് ഉത്തരാഖണ്ഡിലെ നൈനിത്താൾ. കോഴിക്കോട് സദ്ഗമയ ടീം ഈ ജൂൺ 15 മുതൽ 21 വരെ നടത്തുന്ന നൈനിത്താൾ യാത്രയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ സൂര്യോദയം 5 മണി 5:12 ആകുമ്പോൾ സൂര്യോദയമാകും. നന്ദി.